ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോണ്ടിസോറി വിദ്യാഭ്യാസം എന്താണെന്നും ലൈഫ് ഹിസ്റ്ററി ഓഫ് ഡോക്ടർ മരിയ മോണ്ടിസോറിയും എന്താണെന്ന് നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് മോണ്ടിസോറിയുടെ തത്വചിന്തകളാണ്, ഫിലോസഫി ഓഫ് ഡോക്ടർ മരിയ മോണ്ടിസോറി. അതിൽ ഫസ്റ്റ് പോയിന്റ് ഈസ് ഈ ചൈൽഡ് ഈസ് വാല്യൂഡ് ആസ് എ യൂണിക് ഇൻഡിവിജ്വൽ. ഓരോ കുട്ടിയും ഒരു അദ്വിതീയ വ്യക്തിയായി വിലമതിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്, മോണ്ടിസോറി വിദ്യാഭ്യാസം കുട്ടികളിൽ വ്യത്യസ്ത രീതികളിൽ പഠിപ്പിക്കുന്നു എന്നും എല്ലാ പഠന ശൈലികളും ഉൾക്കൊള്ളുന്നു എന്നും തിരിച്ചറിയുന്നു. വിദ്യാർത്ഥികൾക്ക് അവരവരുടെ വേഗതയിൽ പഠിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തർക്കും അധ്യാപകൻ്റെയും വ്യക്തിഗതമായ ഒരു പഠന പദ്ധതിയുടെയും മാർഗനിർദ്ദേശം അനുസരിച്ച് ആവാൻ തയ്യാറുള്ളതിൽ പാഠ്യപദ്ധതിയിലൂടെ മുന്നേറുന്നു. ദെൻ അടുത്തത് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് അറ്റ് ആൻ ഏർലി ഏജ് മോണ്ടിസോറി സ്റ്റുഡൻസ് ഡെവലപ്പ് ഓർഡർ, കോർഡിനേഷൻ, കോൺസെൻട്രേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. എന്ന് വെച്ചാൽ എന്താണ്, ചെറുപ്രായത്തിൽ തന്നെ മോണ്ടിസോറി വിദ്യാർത്ഥികൾ ക്രമം, ഏകോപനം, ഏകാഗ്രത, സ്വാതന്ത്ര്യം എന്നിവ വികസിപ്പിക്കുന്നു. അതെങ്ങനെയായിരിക്കും? നമുക്കറിയാം, മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ ആ കരിക്കുലത്തിനെയാണ് പ്രിപ്പയർഡ് എൻവയോൺമെൻ്റ് എന്ന്. അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും മറ്റു കാര്യങ്ങളുമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതിലൂടെ തന്നെ കുട്ടികളുടെ ഓരോ ഉയർന്നു വരുന്നു സ്വയം നിയന്ത്രണം, സ്വയം പഠിക്കാനുള്ള കഴിവ്, പഠിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് എല്ലാം. അതിൽ നിന്ന് തന്നെ അവർക്ക് എങ്ങനെയാണ് ഓരോ അടുക്കും ചിട്ടയും, അതുപോലെ തന്നെ അതെങ്ങനെ നമ്മുടെ പരിസ്ഥിതിയുമായി ഇണങ്ങിയിരിക്കണം എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദെൻ തേർഡ് പോയിന്റ് ഈസ് അബൌട്ട് സ്റ്റുഡൻസ് ആർ എ പാർട്ട് ഓഫ് എ ക്ലോസ് കെയറിങ് കമ്മ്യൂണിറ്റി. വിദ്യാർത്ഥികൾ അടുപ്പമുള്ള കരുതലുള്ള സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, മോണ്ടിസോറി കരിക്കുലത്തിലെ കുട്ടികളെല്ലാം 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളെല്ലാം ഒരു ക്ലാസ് റൂമിലിരുന്നാണ് പഠിക്കുന്നത്, അല്ലേ? അപ്പോഴാണ് അതിനെയാണ് മൾട്ടി ഏജ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. സാധാരണയായി 3 വർഷം നീണ്ടു നിൽക്കുന്നു. ഒരു കുടുംബഘടന സൃഷ്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ മുതിർന്ന കുട്ടികൾ എന്തു ചെയ്യുന്നതോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുഞ്ഞു കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ മുതിർന്ന വിദ്യാർത്ഥികൾ ഉപദേഷ്ടാക്കളായും മാതൃകാപരമായും സ്വാധീനിക്കുന്നു, ചെറിയ കുട്ടികളെ സ്വാധീനിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് പിന്തുണ അനുഭവപ്പെടുകയും മുന്നിലുള്ള വെല്ലുവിളിയെക്കുറിച്ച് ആത്മവിശ്വാസം നേടുകയും ചെയ്യുന്നു. അധ്യാപകരോടുള്ള ആദരവ്, സ്നേഹപൂർവമായ ദയ, സമാധാനപരമായ വൈരുദ്ധ്യ പരിഹാരത്തിലുള്ള വിശ്വാസം എന്നിവയെല്ലാം മാതൃകയെ ആക്കുന്നതാണ്. Then the next point is about the Montessori students enjoy freedom within limits. എന്താണ്, മോണ്ടിസോറി കുട്ടികൾ പരിധിക്കുള്ളിൽ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്രഡീഷണൽ സ്കൂൾ പോലെയല്ല മോണ്ടിസോറി സ്കൂളുകളിൽ. ആ കുട്ടികൾക്ക് അനുയോജ്യമായ വർക്കുകൾ അവർക്ക് തന്നെ തിരഞ്ഞെടുക്കുകയും അതിൽ എന്താണ് സംഭവിക്കുന്നത്, അതെന്താണ്, അതിനുള്ള പാരാമീറ്റേഴ്സുകളും അവർ പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾ, ടീച്ചേഴ്സ് അവിടെ ഒരു ഡയറക്ടറസ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ ആവശ്യമായിട്ടുള്ള ഫ്രീഡം കിട്ടുന്നതിൽ തന്നെ കുട്ടികളിൽ ജിജ്ഞാസയും താല്പര്യവും വർദ്ധിക്കും. ജീവിതകാലം മുഴുവൻ സ്ഥിരമായ സന്തോഷകരമായ പഠനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് സ്റ്റുഡൻസ് ആർ സപ്പോർട്ടഡ് ഇൻ ബിക്കമിങ് ആക്റ്റീവ് സീക്കേഴ്സ് ഓഫ് നോളജ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആക്റ്റീവ് സീക്കേഴ്സ് ഓഫ് നോളജ്. വിജ്ഞാനത്തിൻ്റെ സജീവ അന്വേഷകരാകാൻ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുണ്ട്. സ്വയം തിരുത്തലും സ്വയം വിലയിരുത്തലും മോണ്ടിസോറി ക്ലാസ് റൂം സമീപനത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണ്. സെൽഫ് കറക്ഷൻ ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ആർ ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് മോണ്ടിസോറി ക്ലാസ് റൂം അപ്രോച്ച്. ഇതെല്ലാമാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ തത്വചിന്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ചൈൽഡ് സെൻറ്റേർഡാണ്. മോണ്ടിസോറി വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള തത്വചിന്ത എന്ന് പറയുന്നത് ഇത് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് സെൽഫ് റെഗുലേഷൻ, സെൽഫ് കൺട്രോൾ, സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വിത്തിൻ ഫ്രീഡം ലിമിറ്റ്സ്. ഓക്കെ, ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള പോയിൻറ്റ്സുകൾ. ഓക്കെ, താങ്ക് യു.